നന്ദഗോവിന്ദം ഭജൻസ്. സംഗീതത്തിന്റെ ഭാഷയിൽ ഹൃദയങ്ങളെ കണക്ട് ചെയ്യുന്നവർ. സന്ധ്യാനാമം ചൊല്ലാൻ മറന്നു തുടങ്ങിയ മലയാളികൾക്കിടയിലേക്കാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് കടന്നു വരുന്നത്. വിശ്വാസികളുടെ മാത്രമല്ല, ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ ഈണത്തിനൊപ്പം താളത്തിനൊപ്പം അത് ആസ്വദിക്കാൻ സാധിക്കുന്ന ഓരോരുത്തരും ജാതി മതഭേദമന്യേ നന്ദഗോവിന്ദം ഭജൻസിനെ ആസ്വദിച്ചു. ഇന്ന് അമ്പലത്തിൽ അവർ ക്രിസ്തീയ ഗാനം ആലപിച്ചു എന്ന് പറഞ്ഞ് വിവാദമാക്കുന്നവരോടാണ് നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരെ വളർത്തിയത് പുതുതലമുറയാണ്. പള്ളിയിലും അമ്പലത്തിലും ദേവാലയത്തിലും മതം പഠിപ്പിക്കുന്ന പഴയ തന്തവൈബ് ടീമല്ല. സോഷ്യൽ മീഡിയകളിൽ നന്ദഗോവിന്ദം ഭജൻസ് ഹിറ്റായപ്പോൾ ജെൻസി അടക്കം അമ്പലങ്ങളിൽ പോയി തൊഴുതവരാണ്. പുതുതലമുറയ്ക്ക് അന്യമായിരുന്ന അമ്പലപ്പറമ്പുകൾ ഇവരുടെ പരിപാടി കൊണ്ട് ആഘോഷ രാവുകളായവയാണ്. ഈ പരദേവനഹോ എന്ന ഗാനം അമ്പലങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റീൽസ് ഇട്ട് ഹിറ്റാക്കിയ ആളുകളുള്ള നാട്ടിലാണ് നന്ദഗോവിന്ദം ഭജൻസിനെ ചിലർ മതവുമായി ബന്ധപ്പെടുത്തി കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കോട്ടയം വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജന അവതരിപ്പിക്കുന്നതിനിടെയാണ് സംഘം ഈ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചത്. ഭജനയിൽ ക്രിസ്തീയ ഗാനം കൂടെ ഉൾപ്പെടുത്തിയ നന്ദഗോവിന്ദം ഭജൻസിന് അഭിനന്ദന പ്രവാഹമാണ് നിലവിൽ ലഭിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയാണ് സംഘം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വീഡിയോ സോഷ്യൽ മീഡിയകളിൽ എങ്ങും വൈറലാണ്. വർഷങ്ങൾക്ക് മുൻപ് യേശുദാസിന്റെ സ്വരമാധുരിയിൽ പിറന്ന ഗാനമാണ് ഈ പരദേവനഹോ എന്നത്. മോഹൻ സിത്താരയാണ് ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത്. അടുത്തിടെ ഈ ഗാനം വീണ്ടും സോഷ്യൽ മീഡിയകളിൽ തരംഗമായിരുന്നു, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമുകളിൽ. 2000 കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രൂപം കൊണ്ട കർക്കിടക ഭജന സംഘമാണ് പിന്നീട് നന്ദഗോവിന്ദം ഭജൻസായി വളർന്നത്. കർക്കിടക മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും സന്ധ്യയ്ക്ക് ഭജന നടത്തിയിരുന്ന സംഘത്തിലെ മുതിർന്ന അംഗം ഇളങ്ങൂർ രാജേന്ദ്ര പണിക്കർക്ക് രോഗം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട സമയം അദ്ദേഹമാണ് സംഘത്തിന് രൂപം നൽകിയത്. 2001 മുതൽ ശ്രീ ദുർഗ ഭജന സമിതി എന്ന പേരിലാണ് ഇവർ പ്രവർത്തിച്ചത്. 2004 മുതലാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേര് സ്വീകരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ വരെ സംഘത്തിലുണ്ട്. 25 വർഷമായി പ്രവർത്തിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് ലോക്ക്ഡൌൺ കാലത്താണ് സംഗീതാസ്വാദകരുടെ മനസ്സിലിടം പിടിക്കുന്നത്. സാമ്പ്രദായിക ഭജൻ അവതരണ രീതിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചപ്പോൾ വമ്പൻ മ്യൂസിക് ബാൻഡുകളുള്ള ഈ നാട്ടിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീമിന്റെ ശബ്ദം വേറിട്ടു നിന്നു. ഇവരുടെ സൃഷ്ടിയായ മനോഹരി രാധേ രാധേ എന്ന ഭജൻ താളത്തിലുള്ള ഗാനം മൂളാത്ത മലയാളികൾ ഉണ്ടോ എന്ന് സംശയമാണ്. ചലച്ചിത്ര ഗാനങ്ങൾ ആത്മാവ് നഷ്ടപ്പെടാതെ ഭജൻ ഗാനാലാപന ശൈലിയിലേക്ക് പറിച്ചു നട്ടത് ജനപ്രീതി ഇരട്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ആസ്വാദകരുമായി ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ വൈകാരികമായി ആശയവിനിമയം നടത്തുന്ന രീതിയാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഓരോ പരിപാടികളും. വളർച്ചയിൽ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് ചെറുതല്ല. ധാരാളം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചാലും സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന സ്വീകാര്യത വേദികളിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയാണ്. അത് മനസ്സിലാക്കിയ നന്ദഗോവിന്ദം സോഷ്യൽ മീഡിയയെ നന്നായി ഉപയോഗിച്ചു. ഏതൊരു കലാകാരന്മാരും സോഷ്യൽ മീഡിയയെ കൃത്യമായി ഉപയോഗിച്ചാൽ അതിനുള്ള ഗുണഫലം ലഭിക്കും. അതിനൊരു ഉദാഹരണമാണ് നന്ദഗോവിന്ദം ഭജൻസ്. നല്ലൊരു കേൾവിക്കാർ കൂടിയായതാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ വിജയത്തിന് കാരണം. നന്ദഗോവിന്ദം ഭജൻസ് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിലുപരി അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് പാടിയത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാമ്പ്രദായിക ഭജന അവതരണം അത്രയധികം സ്വീകരിക്കപ്പെട്ട കാര്യമല്ല. അവിടെയാണ് അവർ മലയാളികളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചത്. സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ സ്ഥിരമായി പരിപാടികൾ ലഭിച്ചു തുടങ്ങി. അപ്പോഴേക്കും കോവിഡ് കാലം കടന്നു വന്നു. വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അവർ ലൈവ് സെഷൻസ് ചെയ്യാൻ ആരംഭിച്ചു. ആ സമയത്താണ് മനോഹരി രാധേ രാധേ എന്ന പാട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഗാനം ജീവിതം മാറ്റിമറിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പ് 10 മടങ്ങായി. തുടർച്ചയായി ഇറങ്ങിക്കൊണ്ടിരുന്ന വീഡിയോകളെല്ലാം വൈറൽ. പാട്ടിനപ്പുറത്തേക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ കലാസൃഷ്ടി പ്രേക്ഷകരോട് ഇമോഷണലായി സംസാരിക്കുന്നു എന്ന അഭിപ്രായം വന്നു തുടങ്ങി. ആസ്വാദനത്തിനപ്പുറത്തേക്ക് അവരുടെ സംഗീതം പലരുടെയും ജീവിതത്തിന്റെ തന്നെ ഭാഗമായി. വേദികളിൽ
വേദികളിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണികളുടെ, കാഴ്ചക്കാരുടെ, കേൾവിക്കാരുടെ എനർജിയും ആസ്വാദന എക്സ്പ്രഷനും കണ്ടാൽ അറിയാം നന്ദഗോവിന്ദം ഭജൻസ് ആളുകളിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അല്ലെങ്കിലും കലയെ മതവുമായി ബന്ധപ്പെടുത്തി നശിപ്പിക്കുക എന്ന പ്രാകൃത രീതിയാണ് ഇന്നും പലരുടെയും മടിയിൽ കനത്തിൽ തൂങ്ങിക്കിടക്കുന്നത് എന്നോർക്കുമ്പോഴാണ് കഷ്ടം.